ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു യു പിന്നിൽ ഒരു സിമ്പിൾ ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഫോം ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ടൈപ്പിലുള്ള ഗോൾഡൻ കളർ ബീഡ്സ് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പം ഞാൻ ഗിയർ വയർ ഒരു ചെറിയ ലെങ്തിൽ 2 കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് ഈ ഫ്ലവറിൽ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ ബാക്കിൽ കമ്പി ഉള്ളതല്ല കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പി വരുന്നത് കിട്ടും. അപ്പോൾ അതേപോലത്തെ വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെ ഗിയർ വയർ അതിൻ്റെ ബാക്ക് വശത്തൂടെ ഇങ്ങനെ ഉള്ളിലൂടെ കടത്തി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഈ ഒരു ചെറിയ ഗോൾഡൻ കളർ ബീഡ്സ് കടത്തി എടുക്കുക കേട്ടോ. ഇതേപോലെ കോർത്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കി നല്ല രീതിക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക. അത് നമ്മൾ ബാക്കിലൂടെ വലിക്കുമ്പോൾ ഉള്ളിലൂടെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം എന്താ ഇതേപോലെ അപ്പോൾ ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു ഭംഗിയും വരും, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ 2 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഗിയർ വയർ എടുക്കാം. അതിലേക്ക് ഈ ബീഡ്സുകൾ നമുക്ക് കോർത്തെടുക്കാം കേട്ടോ. ഇച്ചിരി ലെങ്ത് കൂട്ടിയെടുക്കണം, തീരെ ചെറുതെടുക്കരുത്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കുക. അതിലേക്ക് വലിപ്പമുള്ള ഗോൾഡൻ കളർ ബീഡ്സ് ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ ഇതേപോലെ മടക്കി നമ്മൾ ഗോൾഡൻ കളർ ബീഡ്സിനെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. കമ്പി നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. ഇതേ രീതിയിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചുറ്റിയാലും കമ്പി നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. എന്നിട്ട് അതിൽ ലെങ്ത് വരുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ ബീഡ്സുകൾ എപ്പോഴും കോർക്കേണ്ടത്. അതിന് നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ഗോൾഡൻ കളർ ബീഡ്സ് ഒരു 5 ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കോർത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് ലെങ്ത് ഇട്ടതിന് ശേഷം ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും പിരിക്കുമ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ താഴെ ഒന്ന് വരത്തക്ക രീതിയിലാണ് നമ്മൾ ബീഡ്സുകൾ കോർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അടുത്ത ബീഡ്സ് കോർത്ത് കൊടുക്കാനായിട്ട്. അടുത്ത് നമ്മൾ ഈ ഒരു ചെറിയ ഗോൾഡൻ കളർ ബീഡ്സ് തന്നെ 3 കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു മുട്ടിൻ്റെ ഷേപ്പ് പോലെ കിട്ടാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഒരു 3 കോർത്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെയൊക്കെ ചെയ്യാനായിട്ട് നല്ല സിമ്പിളാണ്. വീഡിയോ കാണുന്നവരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് കമ്പി ഇതേപോലെ പിരിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ആദ്യം കോർത്ത ഗോൾഡൻ കളർ ഇത്തിരി വലിപ്പമുള്ള ബീഡ്സിനെ വീണ്ടും കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. വീണ്ടും നന്നായിട്ട് ചുറ്റി കൊടുക്കുക. നന്നായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. 5 ബീഡ്സ് തന്നെ കോർത്ത് കൊടുക്കാം. ബീഡ്സുകളെല്ലാം ചേർത്ത് പിടിച്ച് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ഇതേപോലെ ചുറ്റി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ബീഡ്സ് ലൂസായിട്ടിരിക്കും, മുറുക്കം ഇല്ലാണ്ട്. അപ്പം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം ചുറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതിന് കുറച്ച് ലെങ്ത് വേണം. ബാക്കി ഭാഗം നമുക്ക് നല്ലപോലെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഈ ഒരു ലെങ്ത് ഇട്ടിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒന്നും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഫ്ലവറിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിലും വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗിയർ വയർ ലെങ്തിലെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ബ്രൂച്ചും കൂടെ ചേർത്ത് ഒന്ന് ടൈറ്റായിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം. രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നായിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ. ഇതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ 2 ഫ്ലവറും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ യു പിന്നിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
വലിയ പാടൊന്നുമില്ല, നല്ല സിമ്പിളാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തി ഗിയർ വയർ എടുത്തതിന് ശേഷം നമ്മൾ ചുറ്റി എടുത്ത് നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ ഇതിനെ ഒരു കുഞ്ഞു ബിസിനസ്സായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്താ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ കമ്പി ഇങ്ങനെ പൊങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിയിലൊക്കെ വെക്കുന്ന സമയത്ത് കുരുങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു അറ്റം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വെക്കണം, പുറമേക്ക് തള്ളി നിൽക്കാണ്ട്. പിന്നീട് നമ്മൾ ചുറ്റിയതിന് ശേഷം ഈ ഫ്ലവർ ഇളകാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചൊക്കെ കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം ഈ ഫ്ലവർ ഇങ്ങനെ കിടന്നിങ്ങനെ ആടും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പം നല്ല മുറുക്കി നല്ല രീതിക്ക് തന്നെ ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പം എന്താ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ തന്നെ മറ്റേ ഫ്ലവറും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ വീഡിയോയുമായിട്ട് വേഗം വരാം. ബൈ ബൈ.